നമുക്കേ ഇന്ന് അടിപൊളി ഒരു കോക്കനട്ട് റൈസ് ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിൾ റെസിപ്പി കേട്ടോ. വാ, ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക്, പച്ചമുളക്, കറിവേപ്പില, നമുക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സവോള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടാവേ. നന്നായി വാടി വന്നതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന അളവിൽ വേണം വെള്ളം എടുക്കാനേ. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ. അതിനുശേഷം ഉണ്ടല്ലോ അരമണിക്കൂർ കുതിർത്തി വെച്ച ബാസ്മതി റൈസ് നല്ലതായിട്ട് വെള്ളം കളഞ്ഞ് അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ചെറിയ തീയിൽ വറ്റിച്ചെടുക്കണേ. വെള്ളമുണ്ടല്ലോ നന്നായിട്ട് ഇതുപോലെ വറ്റി വന്നതിന് ശേഷം ഉണ്ടല്ലോ ഒരു 100 ml കോക്കനട്ടിൻ്റെ ഒന്നാമത്തെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ട് മൂടി വെച്ചേക്കാവേ. ഒരു 30 മിനിറ്റ് മൂടി വെച്ച ശേഷം നമുക്കത് തുറക്കാം കേട്ടോ. നമ്മുടെ കോക്കനട്ട് റൈസ് കണ്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ റൈസ് ഉണ്ടല്ലോ നമുക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവേ. ഞങ്ങൾ ഇന്നൊരു പ്രോൺസ് റോസ്റ്റിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? റെഡിയാണോ? ഓക്കേ. ഈ കൊഞ്ച റോസ്റ്റും ഈ അച്ചാറും ഈ കോക്കനട്ട് റൈസും കൂടി കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാവോ? അടുത്ത ഞങ്ങൾ ഈ കൊഞ്ച റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വരുന്നത്. മിസ്സാവാതിരിക്കാൻ ഒന്ന് ഫോളോ ചെയ്യണേ, അതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക്